വയനാട്ടിൽ വ്യാപക വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ അമ്മ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയും ദുരന്തത്തിനിരയായവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ 35 ഡോക്ടർമാരും സാങ്കേതിക വിദഗ്ധരും പാരാമെഡിക്കൽ ജീവനക്കാരും അടങ്ങുന്ന സംഘത്തെ ദുരന്തബാധിത പ്രദേശത്തേക്ക് അയച്ചു. മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ, അൾട്രാസൗണ്ട്, എക്കോ കാർഡിയോഗ്രാം, ഹൈസ്പീഡ് ലാബ് എന്നിവ ഉൾപ്പെടുന്ന അത്യാധുനിക മെഡിക്കൽ യൂണിറ്റാണ് വയനാട്ടിലേക്ക് സേവനത്തിനായെത്തിയത്. മേപ്പാടി വില്ലേജിലെ ദുരിതബാധിത പ്രദേശത്തെ 1200-ലധികം പേർക്ക് സൗജന്യ പരിചരണം നൽകി. മന്ത്രി പി രാജീവ് മെഡിക്കൽ യൂണിറ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇത്തരമൊരു ദൗത്യത്തിന്റെ ആവശ്യകത അനിവാര്യവും അതുകൊണ്ട് തന്നെ അഭിനന്ദനാർഹവുമാണെന്നും മന്ത്രി പറഞ്ഞു. കൽപ്പറ്റയിലെ അമൃതകൃപ ചാരിറ്റബിൾ ആശുപത്രിയും ചികിത്സാ സഹായങ്ങൾ നൽകി. കൂടാതെ വയനാട് ആശ്രമത്തിലെയും അയുദ്ധിലെയും സന്നദ്ധ പ്രവർത്തകർ ബ്രഹ്മചാരിണി ദീക്ഷിതാമൃത ചൈതന്യയുടെ നേതൃത്വത്തിൽ ദുരന്തമുഖത്തെത്തി സഹായങ്ങൾ ചെയ്തു. കേരള സർക്കാരിന്റെ അനുമതിയോടെ അയുദ്ധംഗങ്ങൾ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ സ്ഥലത്തെ തിരച്ചിലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. മേപ്പാടി മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ശവസംസ്കാരത്തിന് സഹായിക്കുന്നതിനും അവർ തയ്യാറായി. കൂടാതെ റോഡുകളിലും തോടുകളിലും നിറഞ്ഞ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അവർ വൃത്തിയാക്കി.